നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്ന് ജൂൺ മാസം 1-ാം തീയതിയാണ്, തിങ്കളാഴ്ചയാണ്. അവധിക്കാലമൊക്കെ കഴിഞ്ഞിട്ട്, വേനൽ അവധിയൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളുകളെല്ലാം തുറന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം എല്ലാ കുട്ടികളും ഇപ്പോൾ സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരിക്കും. മാതാപിതാക്കളൊക്കെ ചിലപ്പോൾ അവർ കൂടെ പോയിട്ടുണ്ടായിരിക്കും, അല്ലാത്തവരൊക്കെ വീട്ടിൽ ഇങ്ങനെ മുഷിഞ്ഞിരിക്കുന്നുണ്ടാവും. കാരണം ഈ കുട്ടികൾ എല്ലാ ദിവസവും വീട്ടിൽ കുറുമ്പുകൾ കാണിക്കുക, അങ്ങോട്ടോട് ഇങ്ങോട്ടോട്, അങ്ങനെ ഉണർന്നിരിക്കുന്ന ഒരു വീടായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ഉറങ്ങിയ പോലെ ആയിട്ടുണ്ടായിരിക്കും. സ്കൂള് അടച്ച സമയത്ത് എല്ലാവരും പറയുക എന്താ, സ്കൂൾ അടച്ചു, ഇനി എന്നാ തുറന്ന് കിട്ടുക, അങ്ങനെയായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക. ഇന്ന് പക്ഷെ നേരെ തിരിച്ചു പറയും, ഇത്ര പെട്ടെന്ന് തുറക്കേണ്ടിയിരുന്നില്ല എന്ന്. കാരണം കുട്ടികൾ ഉണ്ടാക്കി വെക്കുന്ന വിടവുകളുണ്ടല്ലോ, അതൊരാൾക്കും നികത്താനായിട്ട് പറ്റില്ല. എന്നിരുന്നാലും സന്തോഷിക്കുക വേണം. കാരണം എന്താ, അവർ പഠിക്കാനായിട്ടാണ് പോയിരിക്കുന്നത്. അവർ നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാനായിട്ട്, അവരുടെ ഉള്ളിലുള്ള കഴിവുകളൊക്കെ ഉണർത്താനായിട്ട്, കണ്ടെത്തിയിട്ട് അതിലെ പരിപോഷിപ്പിക്കാനൊക്കെ ആയിട്ടാണ് പോയിരിക്കുന്നത്. അപ്പം എന്തായാലും നമ്മളെല്ലാവരും സന്തോഷിക്കുക, അവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ. എല്ലാ കുട്ടികൾക്കും നല്ലൊരു അധ്യയന വർഷം തന്നെയാകട്ടെ എന്നും കൂടെ ആശംസിക്കുകയാണ്. എല്ലാവിധ അനുഗ്രഹവും എല്ലാ കുഞ്ഞുമക്കൾക്കും ഭഗവാൻ നൽകട്ടെ. ചെറിയ കുട്ടികൾ മാത്രമല്ല കേട്ടോ, മുതിർന്ന കുട്ടികളാണെങ്കിലും വലിയ ക്ലാസ്സുകളിൽ കോളേജിലൊക്കെ പോകുന്നവർക്കൊക്കെ ഇന്ന് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അവർക്ക് എല്ലാവർക്കും നന്നായി തന്നെ ഈ ഒരു അധ്യയന വർഷം പഠിക്കാനാണെങ്കിലും എല്ലാത്തിനും നല്ലൊരു വർഷം തന്നെയാകട്ടെ. എല്ലാ അനുഗ്രഹവും ഭഗവാൻ നൽകട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ലഭിച്ച ഈ ഒരു അനുഗ്രഹം, ഇതൊരു അനുഗ്രഹം തന്നെയാണ്. കാരണം കുറേ കുട്ടികൾ ഇതിനൊന്നും സാധിക്കാതെ സ്കൂളിൽ പോകാനോ പഠിക്കാനോ അതിന് വേണ്ട സാധനങ്ങളൊന്നും വാങ്ങിക്കാനോ ഒന്നും കഴിയാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ശരിക്കും സൗഭാഗ്യം തന്നെയാണ് ഉണ്ടായിരിക്കണേ. അത് നൽകിയിട്ടുള്ള ഭഗവാന്റെ അടുത്ത് നന്ദി പറയുകയാണ് വേണ്ടത്. ഒപ്പം തന്നെ നമ്മളെ കൊണ്ട് ആകുന്ന സഹായങ്ങൾ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുക. അതായത് ഇപ്പോൾ സ്കൂൾ തുറന്നു, ഈ സമയത്ത് മാത്രമല്ല, ഇപ്പോൾ കുടയാണെങ്കിലും പുസ്തകമാണെങ്കിലും ബാഗാണെങ്കിലും കുട്ടികൾക്ക് ആവശ്യം ഉണ്ടായിരിക്കാം. അതൊന്നും ലഭിക്കാത്തവർക്ക്, അതൊന്നും വാങ്ങിക്കാനുള്ള സാമ്പത്തികം ഇല്ലാത്തവർക്ക്, വാങ്ങിക്കൊടുക്കാൻ ആരോരും ഇല്ലാത്തവർക്കൊക്കെ നമ്മളെ കൊണ്ട് ആകുന്ന സഹായങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അവരെയും കൂടെ നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ ഉൾപ്പെടുത്തുക. പറയാനായിട്ടൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. ഒരു അനുഭവമാണ്. ഒരു ദിവസം, ഇപ്പോൾ ഈ അടുത്ത ദിവസമാണ് സ്കൂൾ തുറക്കേണ്ട കുറച്ച് മുൻപായിട്ട് തൊഴുതിറങ്ങുമ്പോൾ ഒരു കുളപ്രദക്ഷിണമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും വിഷ്ണു ഇങ്ങനെ പ്രദക്ഷിണം ചെയ്ത് വരുന്ന സമയത്ത് ചേച്ചി ഇങ്ങനെ വളരെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അത് ആരാണെന്നൊന്നും പറയുന്നില്ല, പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ എന്താണ് കാര്യം ചോദിച്ചപ്പോൾ, സ്കൂൾ തുറക്കാൻ പോവുകയാണ്, പുസ്തകങ്ങൾ ഒന്നും വാങ്ങിക്കാനായിട്ടുള്ള സാമ്പത്തികം ഒന്നുമില്ല, അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടിലാണ്. കുട്ടികൾക്ക് ചിലപ്പോൾ അത് അറിഞ്ഞു എന്ന് വരില്ല. അവർക്ക് പുതിയ പുതിയ തന്നെ വാങ്ങിക്കുന്നത് കാണുമ്പോൾ അതിനോടൊക്കെ ഒരു കൗതുകം ഉണ്ടായിരിക്കും. ഇത് പൈസ ചിലവാക്കുന്നത് മാതാപിതാക്കളാണ്, അവരുടെ കയ്യിലില്ലെങ്കിൽ എന്തുമാത്രം വിഷമം ഉണ്ടായിരിക്കും. അപ്പോൾ അത് മനസ്സിലായപ്പോൾ എല്ലാം വാങ്ങിക്കൊടുക്കാം, പുസ്തകവും എല്ലാം വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് പിറ്റേ ദിവസമായിട്ടും ഇതേപോലെ ഷൂട്ടിന് വന്നിട്ട് ഓഫീസിലിരിക്കുന്ന സമയത്ത് ഒരു ഭക്തൻ, നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്, ഒരു തുക വിഷ്ണുവിന് അയച്ചു കൊടുത്തിട്ടാണ് അദ്ദേഹം വിളിച്ച് പറയണത്. അത് ആദ്യം പറഞ്ഞിട്ടല്ല കേട്ടോ അയക്കണത്, ആദ്യം അയച്ചു എന്നിട്ട് പറയാം, ഏതെങ്കിലും കുട്ടികൾക്ക്, അതായത് ഇല്ലാത്ത കുട്ടികൾക്ക്, അവർക്ക് സ്കൂൾ തുറക്കാൻ പോകുകയല്ലേ, എന്താണ് ആവശ്യമുള്ളത് അത് വാങ്ങിച്ചു കൊടുക്കൂ എന്നാണ് പറയണത്. ശരിക്കും ആ ഒരു കോള് വന്നപ്പോൾ ഞെട്ടിപ്പോയി. കാരണം ഒരു കുട്ടിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഭഗവാൻ എന്താ പറയണത്, ഇനിയും കൊടുക്കൂ എന്നാണ് പറയണത്. അതിന് വേണ്ട സൗകര്യങ്ങൾ കൂടെ ഭഗവാൻ ആദ്യം ഉണ്ടാക്കി തന്നു എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഒരു കുട്ടിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ 5 കുട്ടികൾക്ക് പുസ്തകവും പേനയും കൊടയും ബാഗും ഒക്കെ കൊടുക്കാനായിട്ട് സാധിച്ചു. അത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമാണ് കേട്ടോ. ആ ഭക്തനെ കൊണ്ട് അത് തോന്നിപ്പിച്ചു, അതും കൂടെ വേണം പറയാനായിട്ട്. അപ്പം നമ്മുടെ അടുത്ത് എന്താ പറയണത്, നിങ്ങളുടെ അടുത്ത് എന്തുകൊണ്ടാണ് ഇത് പറയണത്, ഇതെല്ലാം ഭഗവാൻ തോന്നിപ്പിക്കുന്നതാണ്. നന്മകൾ ചെയ്യൂ എന്ന് തന്നെയാണ് ഭഗവാൻ നമ്മുടെ അടുത്ത് പറയണത്. കാരണം നമ്മൾ ചെയ്യുന്ന ഒരു കുഞ്ഞു നന്മയാണെങ്കിലും നമ്മുടെ അടുത്ത തലമുറയ്ക്ക് അത് ഒരുപാട് ഗുണം ചെയ്യും. നമ്മുടെ പൂർവികർ നന്മകൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ. ദുഃഖങ്ങൾ ഉണ്ടായിരിക്കും കേട്ടോ, പലർക്കും പല വിധത്തിലുള്ള ദുഃഖങ്ങൾ ഉണ്ടായിരിക്കും. എന്നാലും നമുക്ക് ലഭിച്ചിട്ടുള്ള സുഖങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ അതൊന്നും ഒരു ദുഃഖങ്ങളെ അല്ല എന്നാണ് തോന്നുക. അപ്പോൾ ഈ സുഖങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്നത് എന്താ, നമ്മുടെ പൂർവികർ ചെയ്തിട്ടുള്ള നന്മകളാണ്. അവർ പാപം ചെയ്ത് അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്ന് പറയാറില്ലേ, അതേപോലെ തന്നെ അവർ പുണ്യങ്ങൾ ചെയ്താലും അതിൻ്റെ ഫലം നമുക്ക് നമ്മൾ അനുഭവിക്കും തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ നല്ലത് ചെയ്താലാണ് നമ്മുടെ അടുത്ത തലമുറ, നമ്മുടെ കുഞ്ഞു മക്കൾ അവർ വലുതാവുമ്പോൾ അവർക്ക് അതിൻ്റെ ഗുണങ്ങളൊക്കെ ഉണ്ടാകുക. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും
ഒരു ചെറിയ തുകയാണെങ്കിലും ഇല്ലാത്ത കുട്ടികൾക്കായിട്ട് മാറ്റിവെക്കുക. അവർക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും, നമ്മുടെ കുട്ടികളെ സന്തോഷിപ്പിക്കുന്നത് പോലെ തന്നെ ചെറിയ കുഞ്ഞുമക്കളാണ്, അവരുടെ കുഞ്ഞു മനസ്സാണ്, അവരെ സന്തോഷിപ്പിക്കുക, അവർക്ക് എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങൾ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക കേട്ടോ. തീർച്ചയായിട്ടും അതിനുള്ള വഴി ഭഗവാൻ, ചെയ്യാനുള്ള മനസ്സുണ്ടല്ലോ, ആ മനസ്സുണ്ടായി കഴിഞ്ഞാൽ അതിനുള്ള വഴിയും ഭഗവാൻ ഉണ്ടാക്കി തരും. അപ്പം എല്ലാവരും നന്മകൾ ചെയ്യാം, എല്ലാ കുഞ്ഞുമക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാവർക്കും നേർവഴിക്ക് നടക്കാനായിട്ട്, നല്ല സ്വഭാവം ഉണ്ടാകാനായിട്ട്, വിശ്വാസത്തോട് കൂടിയിട്ട്, മര്യാദയോട് കൂടിയിട്ട് എല്ലാവരുടെ അടുത്തും പെരുമാറാനായിട്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാൻ എല്ലാവർക്കും നൽകട്ടെ. എല്ലാ അമ്മമാരും എല്ലാ മുത്തശ്ശിമാരും എല്ലാ മാതാപിതാക്കളും എല്ലാ കുഞ്ഞുമക്കളെയും അനുഗ്രഹിക്കാട്ടോ. പിന്നെ ശുക്രൻ്റെ ക്ലാസ് ഒന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇന്നല്ല ശുക്രന് തുടങ്ങുന്നത്, ശുക്രൻ അടുത്ത ആഴ്ചയെ തുടങ്ങുള്ളൂ. 8-ാം തീയതിയാണ് അവരുടെ പ്രവേശനോത്സവം. പുതിയ LKG ക്ലാസ്സിലേക്കാണ് അഡ്മിഷൻ എടുത്തിരിക്കണേ. അപ്പം അന്നാണ് ശുക്രൻ തുടങ്ങുക. അപ്പോൾ എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നതേ, നമ്മളെല്ലാവരും കുറി തൊടുന്നവരാണ്. ഇപ്പോൾ ചന്ദനാണെങ്കിലും കളഭാണെങ്കിലും അതേപോലെ തന്നെ മഞ്ഞൾ കുറി, കുങ്കുമം, ഭസ്മം, ഈ കറുത്ത നിറത്തിലുള്ള കുറി, ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒന്ന് എല്ലാവരും തൊടുന്നതാണ്. ചിലരൊക്കെ 3-4 എണ്ണൊക്കെ നെറ്റിയിൽ ഇങ്ങനെ മേലക്കായിട്ട് വരച്ചിട്ടുണ്ടായിരിക്കും. ചില ഒരെണ്ണം മാത്രമേ തൊടുന്നുണ്ടായിരിക്കുള്ളൂ. ഇതിപ്പോൾ നെറ്റിയിൽ മാത്രമായിരിക്കില്ല, കഴുത്തിലെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് നിറയെ കുറി തൊടുന്നവരുണ്ട്. ശരിക്കും ഓരോ കുറി തൊടുമ്പോഴും എന്താണ് അത് അർത്ഥമാക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ തൊടുന്നത്? ഇപ്പം ഈ കളഭം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭഗവാനാണെന്ന് പറയാം. ഭഗവാന്റെയാണ് കളഭം. നമ്മളിപ്പോൾ എങ്ങോട്ടെങ്കിലും യാത്ര പോകുകയാണെങ്കിൽ, ഇപ്പോഴത്തെ കാര്യമല്ല കേട്ടോ ഞാൻ പറയണത്, ഇപ്പോൾ ഷൂട്ടൊക്കെ ചെയ്യുന്നത് കൊണ്ട് കുറച്ച് പേർക്കൊക്കെ കാണുമ്പോൾ തിരിച്ചറിയാനായിട്ട് പറ്റും. ഇതിനേക്കാളൊക്കെ മുന്നേ ഇപ്പോൾ തൃശ്ശൂർ തന്നെ വിട്ടു പോയി കഴിഞ്ഞാൽ, നമ്മൾ വല്ല എക്സാം എഴുതാനോ അങ്ങനെയൊക്കെ പോകുമ്പോൾ അവിടെ ഉള്ളവർ ചോദിക്കും ഗുരുവായൂർ നിന്നാണോ വരുന്നതെന്ന്. അതായത് ഈ കളഭം തൊട്ട് കണ്ടിട്ട് അവർ സ്ഥലം ഐഡന്റിഫൈ ചെയ്യും. ചിലർ കേട്ടോ, എല്ലാവരും അല്ല. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഗുരുവായൂരിലെ കളഭത്തിന് ഒരു പ്രത്യേകത ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ കുറേ പേര് കളഭം തൊടുന്നുണ്ട് കേട്ടോ. എന്നാലും കളഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഗുരുവായൂരപ്പനാണ്. അത് ഗുരുവായൂരപ്പൻ്റെ ആണ് കളഭം. അതേപോലെ തന്നെ ഓരോ കുറിക്കും ഓരോരോ പ്രത്യേകതകളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പറയാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പം എല്ലാവരും കുറി തൊടുന്നവരായതുകൊണ്ട് തന്നെ ഇതെല്ലാം കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും, കേൾക്കാനും കുറച്ചൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും കേട്ടിരിക്കുക. ഒപ്പം ആരൊക്കെ ഏതൊക്കെ തരത്തിലുള്ള കുറികളാണ് തൊടുന്നത് എന്നും കൂടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സും ഒന്ന് ഉഷാറാകും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അല്ലെങ്കിൽ കിടക്കുന്നതിന് മുൻപായിട്ട് അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്നലത്തെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം ആദ്യം പറയാം കേട്ടോ. ഇന്നലെ ഞായറാഴ്ചയായിട്ട് പൊതുവേ കുറച്ച് തിരക്ക് കുറഞ്ഞൊരു സമയമായിരുന്നു കേട്ടോ. നിങ്ങൾ വൈകിട്ട് ഒരു 5 മണിയോട് കൂടിയിട്ടാണ് തൊഴാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാധാരണ ഒരു തിരക്കൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം നന്നേ തിരക്ക് കുറഞ്ഞ പോലെ അനുഭവപ്പെട്ടു. അതുകൊണ്ട് തന്നെ അധികമൊന്നും ക്യൂ നിൽക്കേണ്ടേ വന്നില്ല കേട്ടോ. വേഗം തന്നെ ഞങ്ങൾക്ക് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാനായിട്ടും സാധിച്ചു. അവിടെ കയറിയപ്പോഴേ ആദ്യം തന്നെ, അതായത് വാതിൽമാടം കടന്ന ഉടനെ തന്നെ ഇടത്തേ ഭാഗത്തേക്കാണ് നോക്കുമ്പോൾ നിറയെ അപ്പം ഉണ്ടാക്കിയിട്ട് കുട്ടകങ്ങളിൽ ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഓർമ്മ വന്നത് ഇന്നലെ 31-ാം തീയതിയാണല്ലോ, ചെട്ടിയാരുടെ അപ്പം ഉള്ള ഒരു ദിവസമാണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ആ ഒരു സന്തോഷത്തിലാണ് ഭഗവാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടെ നിന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഓടക്കുഴൽ ഊതുക നമ്മുടെ ഭഗവാൻ. എന്തൊരു സന്തോഷമാണെന്നറിയോ ഭഗവാന്റെ മുഖത്തുണ്ടായിരുന്നത്. കാരണം എന്താണെന്നറിയോ, ഈ കുട്ടികളൊക്കെ സ്കൂളൊക്കെ തുറക്കാനായിട്ട് പോകുമ്പോഴേ പലർക്കും അനാവശ്യമായിട്ടൊരു ടെൻഷൻ ഉണ്ടായിരിക്കും. ഇത്രയും നാൾ സുഖമായിട്ട് വീട്ടിലിരുന്നു, ഇഷ്ടം പോലെ കളിച്ചു, ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഒരു കൺട്രോൾ അങ്ങോട്ട് വരില്ലേ. സ്കൂളിലേക്കൊക്കെ പോകുക എന്നൊക്കെ പറയുമ്പോൾ ഒരു ടെൻഷൻ, ഒരു വിഷമം. അത് എത്ര പ്രായമുള്ള കുട്ടികൾക്കാണെങ്കിലും എത്ര മുതിർന്ന കുട്ടികൾക്കാണെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടും പാടില്ലല്ലോ. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു, ഭഗവാന്റെ ഓടക്കുഴൽ അങ്ങനെ എടുത്തിട്ട് ആ ഓടക്കുഴൽ നാദം അതിങ്ങനെ മീറ്റാനായിട്ട് തുടങ്ങി. അപ്പം എന്തായി, ആ ഓടക്കുഴലിൽ നിന്ന് വരുന്ന നല്ല മധുരമായിട്ടുള്ള സംഗീതം കേട്ടിട്ട് എല്ലാ കുഞ്ഞുമക്കളുടെയും എല്ലാ കുട്ടികളുടെയും എല്ലാ വിദ്യാർത്ഥികളുടെയും മനസ്സിലുള്ള സങ്കടങ്ങളെയൊക്കെ ഭഗവാൻ അങ്ങനെ മാറ്റിക്കൊടുത്തു. ഈ കുട്ടികൾ സ്കൂളിൽ പോകുന്നത് കൊണ്ട് വിഷമിക്കുന്ന അമ്മമാർ കുറേ പേരുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവരുണ്ട്. ഞാനൊക്കെ സ്കൂളിൽ ഞാൻ ഇന്ന് പോണില്ല അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് സന്തോഷം, കാരണം ഞാൻ വീട്ടിലുണ്ടാകുമല്ലോ. അങ്ങനെ സന്തോഷിക്കുന്ന അമ്മമാരുണ്ട്. കുട്ടികളെ അങ്ങോട്ട് വിടാനായിട്ട് മടിയുള്ളവരും, അവർക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, എന്നാലും എല്ലാവരും കൂടെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെ അമ്മമാരുണ്ട്. അപ്പോൾ അവർക്കും സങ്കടം ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരുടെ സങ്കടവും മാറ്റാനായിട്ട് ഭഗവാൻ ഇന്നലെ ഓടക്കുഴൽ വിളിക്കുകയായിരുന്നു. നല്ല മനോഹരമായിട്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞൊരു ഉണ്ണികൃഷ്ണനാണ്. ഒരു തിരുമുടിമാല ഉണ്ടായിരുന്നത് മുഴുവനായിട്ട് താമരയുടെ ഇതൾ കൊണ്ടാണ്. അതേപോലെ തന്നെ ഒരു ഉണ്ടമാലയുണ്ട്. രണ്ടാമത്തെ ഉണ്ടമാല മുഴുവനായിട്ട് താമരയാണ്. ഭഗവാന്റെ ദേഹത്തിൽ ഇങ്ങനെ ചേർന്ന് കിടക്കുന്നത്
തെച്ചിയുണ്ട്, തുളസിയുണ്ട്, താമരയുടെ ഇതളുണ്ട്. മാറി മാറി കോർത്തിരിക്കാം. കിരീടമൊക്കെ ചൂടിയിട്ടുണ്ട്, നെറ്റിയിൽ ഗോപി തിലകുണ്ട്, പിന്നെ കാതുപൂക്കളുണ്ട്, കഴുത്തിൽ മാല ഇട്ടിട്ടുണ്ട്, 3 തിലകങ്ങൾ കഴുത്തിലുണ്ട് കേട്ടോ. ഒരെണ്ണം ഈ തോളുകളുടെ ഭാഗത്തായിട്ടാണ് 2എണ്ണം. അതിൽ വലത്തേ തോളിൻ്റെ അവിടെ നിന്ന് കുറച്ച് താഴത്തേക്ക് ഇറങ്ങിയിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരെണ്ണം വയറിൻ്റെ മധ്യഭാഗത്തായിട്ടുണ്ട്. 2 കുഞ്ഞി കൈകൾ കൊണ്ടും പൊന്നോടുക്കുഴലെടുത്ത് ചുണ്ടോട് ചേർത്ത് വീണുഗാനം പൊഴിക്കുക നമ്മുടെ ഭഗവാൻ. അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ട്. നല്ല വലിപ്പത്തിലുള്ള അങ്ങനെ വലിയ മുത്തുകളൊക്കെ ആയിട്ടുള്ള സ്വർണ്ണത്തിൻ്റെ കിങ്ങിണി, അതാണ് അരയിൽ കെട്ടിയിരിക്കുന്നത്. പട്ടുകോണൊക്കെ കൊടുത്തിട്ടുണ്ട്. കുഞ്ഞിക്കാലുകൾ 2ഉം പിണച്ച് വെച്ചിട്ടുണ്ട്. അതിൽ കാൽത്തളകളും അണിഞ്ഞിട്ടുണ്ട് കേട്ടോ. മനോഹരമായിട്ട് സംഗീതം പൊഴിക്കുന്ന ഭഗവാനായിട്ടായിരുന്നു, ഓടക്കുഴൽ ഊതുന്ന മുരളീധരനായിട്ടായിരുന്നു ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ പാദങ്ങളിലെ എല്ലാവരും നമസ്കരിച്ചോളും. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളും. ഇനി നമുക്ക് ഗണപതിയെ കാണാനായിട്ട് പോകാം. ഗണപതിക്ക് മഞ്ഞ നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത്. തുമ്പിയിൽ ഒരു സ്വർണ്ണപ്പൂ വെച്ചിട്ടുണ്ട്. പിന്നെ കഴുത്തിൻ്റെ ഈ 2 ഭാഗത്തായിട്ട് പിന്നെയും സ്വർണ്ണപ്പൂക്കൾ വെച്ചിട്ടുണ്ട് കേട്ടോ. നെറ്റിയിലെ ചന്ദ്രകലയാണ്. ഒരു 4 ചന്ദ്രകലകൾ ഇങ്ങനെ നിരത്തി മുകളിലേക്കായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കിരീടം ചാർത്തിയിരിക്കുകയാണ്. ചന്ദനല്ലാട്ടോ ഇന്നലെ കളഭം കൊണ്ട് ചാർത്തിയിരിക്കുന്നത്. ഗണപതിക്ക് മാത്രമല്ല ഭഗവതി അമ്മയ്ക്കും. ഭഗവാൻ ഓൾറെഡി കളഭ ചാർത്താണല്ലോ, മുഖമാണ് ചന്ദനം കൊണ്ട് ചാർത്തുക. ഗണപതിക്കും ഭഗവതി അമ്മയ്ക്കും അയ്യപ്പനും ഇന്നലെ കളഭം കൊണ്ടാണ് അലങ്കാരം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട്. എല്ലാവരെയും കളഭത്തിൻ്റെ ഭംഗി പ്രത്യേകമായിട്ടൊന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെയായിരുന്നു ഇന്നലത്തെ അലങ്കാരം. എല്ലാവരും ഗണപതിയുടെ ആ ഭാവമൊക്കെ നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഗണപതിക്ക് മുന്നിൽ എല്ലാവരും ഒന്ന് ഏത്തൊട്ടോളൂ. ഇനി ഭഗവതിനെ കാണാൻ പോകാം. ഭഗവതിക്ക് നല്ല ചുവന്ന നിറത്തിലുള്ള പട്ടുടയാടയാണ്. പിന്നെ മുഖത്തിന് ചുറ്റും സ്വർണ്ണപ്പൂക്കളും സ്വർണ്ണ പൊട്ടുകളുമാണ് കേട്ടോ. അതായത് കാതിൽ സ്വർണ്ണപ്പൊട്ട് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ ഈ മുഖത്തിന് ചുവടേക്ക് വെച്ചിട്ട് ഇതേപോലെ തന്നെ കാതിന് മുകളിലേക്കും വെച്ചിട്ടുണ്ട്. നെറ്റിയിലൊരു സ്വർണ്ണ ഗോപി ഉണ്ട്. നന്നായി വായ തുറന്നിട്ട് ചിരിക്കുന്ന രീതിയിലായിരുന്നു ഭഗവതി അമ്മയുടെ അലങ്കാരം ഉണ്ടായിരുന്നത്. ഇത് കൂടാതെ മുഖത്തിന് ചുറ്റും ഒരു ഉത്തരീയം, നമ്മൾ ഗോപികമാരൊക്കെ നല്ല നീണ്ടിട്ടുള്ള ഉത്തരീയൊക്കെ അണിയില്ലേ, അതേപോലെ ആ മുഖത്തിന് ചുറ്റൊരു പ്രഭാവലയം പോലെ തോന്നാം. മഞ്ഞ പട്ടുകൊണ്ട് ഒരു ഉത്തരീയം മുഖത്തിന് ചുറ്റും മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ശരീരത്തിലേക്ക് ഇങ്ങനെ വേറെ സൈഡിലേക്കൊന്നും കിടക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു മുഖത്തിന് ആ ഒരു പ്രത്യേക ഒരു അലങ്കാരം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയായിരുന്നു ഭഗവതി അമ്മയുടെ അലങ്കാരം ഉണ്ടായിരുന്നത്. അപ്പം എല്ലാവരും നന്നായിട്ട് ചിരിച്ചുകൊണ്ട് സന്തോഷവതിയായിട്ടിരിക്കുന്ന ഭഗവതിയുടെ മുഖം ഒന്ന് മനസ്സിൽ കണ്ടോളൂ, തൊഴുത് പ്രാർത്ഥിച്ചോളൂ. ഭഗവതി അമ്മയ്ക്ക് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ. അയ്യപ്പനും ഇനി നല്ല ഭംഗിയിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നേ. കളഭം കൊണ്ടാണെന്ന് പറഞ്ഞല്ലോ. മഞ്ഞ നിറത്തിലുടയാട നിറയെ സ്വർണത്തിൻ്റെ പൊട്ടുകൾ ഇങ്ങനെ വാരി വിതറിയ പോലെ. കളഭം കൊണ്ട് തന്നെ ഒരു മാല പോലെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ ഒരു കറുപ്പ് നിറക്കാണ്, അതൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് 4 സ്വർണ്ണപ്പൂക്കൾ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് അടുപ്പിച്ചല്ല വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് മാല പോലെ തോന്നില്ല. എന്നാലും നല്ല തിളക്കമുള്ള ഒരു അലങ്കാരമായിരുന്നു. കാതുപൂക്കൾ കാതിലല്ലാട്ടോ വെച്ചിരിക്കുന്നത്, മുകൾ ഭാഗത്തായിട്ടാണ് വെച്ചിരിക്കുന്നത്. ചുണ്ടൊക്കെ നല്ല കരിഞ്ചുവപ്പ് നിറത്തിലാണ്. പിന്നെ തട്ടുതട്ടായിട്ട് നെറ്റിയിലൊരു സ്വർണ്ണ ഗോപി ഉണ്ട്. തട്ടുതട്ടായിട്ട് കിരീടമുണ്ട്. അങ്ങനെയായിരുന്നു അയ്യപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത്. എല്ലാവരും അയ്യപ്പൻ്റെയും ആ ഒരു രൂപവും ഭാവവും ഒക്കെ നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അയ്യപ്പന് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. അപ്പോൾ ഇനി നമുക്ക് കുറികളെ കുറിച്ച് പറയാം കേട്ടോ. ചന്ദനം, കളഭം, പിന്നെ മഞ്ഞൾക്കുറി, കുങ്കുമം, ഭസ്മം, പിന്നെ കറുത്ത നിറത്തിലുള്ള കുറി, ഇങ്ങനെയൊക്കെ പലരും പല വിധത്തിലാണ് തൊടാറുള്ളത് കേട്ടോ. സാധാരണ കളഭാണ് തൊടാറുള്ളത്. പിന്നെ ഇടയ്ക്ക് ഭഗവതി ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ കുങ്കുമൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ കുങ്കുമം കൊണ്ടും കുറിയൊക്കെ തൊടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദനാണെങ്കിലും കളഭാണെങ്കിലും ഇതൊക്കെ ഗുരുവായൂരപ്പനാണ്. ചന്ദനം ഭഗവാന്റെയാണ്, മഹാവിഷ്ണുവിൻ്റെയാണ്. കുങ്കുമാണെങ്കിലോ അത് ഭഗവതിയുടെയാണ്. ഭഗവതി ക്ഷേത്രങ്ങളിലാണ് കുങ്കുമൊക്കെ നമുക്ക് ലഭിക്കുക. പിന്നെ ഭസ്മം തൊടുന്നവര് അത് മഹാദേവന്റെയാണ്, അതും എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ഈ കറുത്ത കുറിയൊക്കെ തൊടുമ്പോൾ ശാസ്താവിൻ്റെ അല്ലെങ്കിൽ ശക്തയന്മാരാണ്, അങ്ങനെയുള്ളവരാണ് കറുത്ത കുറിയൊക്കെ തൊടുക. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് തൊടുന്നത്? ഇത് ഓരോ കുറി തൊടുന്നവർക്ക് എല്ലാം കൂടെ തൊടുന്നവരുണ്ട് കേട്ടോ. ഓരോന്ന് തൊടുമ്പോഴും അതിൻ്റെയൊക്കെ ഗുണങ്ങളും നമുക്ക് ലഭിക്കും. അങ്ങനെ ലഭിക്കണം എന്നാണ് പറയാറ്. സ്വഭാവങ്ങളിൽ അത് കാണണം എന്നാണ് പറയുക. ചന്ദനത്തിനൊക്കെ സാത്വികമായിട്ടുള്ള ഭാവമാണ്. നോക്കൂ, ഭഗവാൻ മഹാവിഷ്ണു സാത്വിക ഭാവമാണ്. അപ്പോൾ അത് തൊടുന്നവർക്കും അതേ ഭാവം തന്നെയാണ് ഉണ്ടായിരിക്കേണ്ടത്. കുങ്കുമാണെങ്കിലോ രാജസാണെന്നാ പറയാ. അത് ഭഗവതിമാര് കണ്ടിട്ടുണ്ടായിരിക്കും. ഭഗവതിയെ ആരാധിക്കുന്നവർ, ഉപാസിക്കുന്നവർ കുങ്കുമൊക്കെ തൊടാറുണ്ട്. അതിപ്പോൾ മഞ്ഞൾ കൊണ്ടാണെങ്കിലും മഞ്ഞളൊക്കെ ഭഗവതിക്ക് വളരെ വിശേഷമാണ്. അപ്പോൾ മഞ്ഞളും ഭഗവതിയുടെ തന്നെയായിട്ടാണ് പറയണത്. പിന്നെ എന്താണ്, അതിന് രാജസ്വഭാവമാണ്. താമസമാണ് കറുപ്പിന് ലഭിക്കുന്നത്. കുറച്ചും കൂടെ ഒന്ന് എന്താ പറയുക, നല്ല ശക്തിയുള്ള ശക്തന്മാരായിട്ടുള്ള അങ്ങനെയുള്ള ആരാധനകൾ നടത്തുന്നവരാണ് ഈ കറുത്ത നിറത്തിലുള്ള കുറിയൊക്കെ ഇടുക. അതിനെ താമസമാണെന്നാ പറയാം.
അപ്പം അത് തൊടുന്നവർക്കും അതിൻ്റെ ഗുണങ്ങൾ തീർച്ചയായിട്ടും ലഭിക്കും. പിന്നെ ഭസ്മത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കി നോക്കൂ. ചുടല ഭസ്മം അതിനെ നിർഗുണ സ്വഭാവമാണെന്നാണ് പറയുക. അങ്ങനെയാണ് ഓരോ കുറിക്കും ഓരോന്നിനും ഓരോ സ്വഭാവങ്ങളുണ്ട്. അപ്പം ഇത് തൊടുമ്പോൾ അതിൻ്റെ ആ ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കുക. ഇതെല്ലാം തൊടുന്നവർക്ക് ആ എല്ലാ ഗുണങ്ങളും ലഭിക്കും. അങ്ങനെയാണ് ഇനി തൊടേണ്ട രീതികളൊക്കെ പറയണത്. ഇപ്പോൾ ചന്ദനം അല്ലെങ്കിൽ കളഭമൊക്കെ ആണെങ്കിൽ കൂടുതലും ഇങ്ങനെ ഗോപിക്കുറിയൊക്കെ ആയിട്ട് തൊടും. അതായത് പുരുഷന്മാരാണെങ്കിൽ ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഗോപിക്കുറി തൊടും. അത് ഭഗവാന്റെ ഗോപിക്കുറിയാണ്. ഭഗവാനെ കണ്ടിട്ടില്ലേ? ഭഗവാന്റെ അലങ്കാരത്തിൽ പറയുമ്പോൾ തന്നെ ഗോപി തിലകമാണ്. ആ ഷേപ്പിന് പ്രത്യേകതയുണ്ട്. അതായത് പുരികക്കൊടികളിൽ നടുക്ക് ഇങ്ങനെ ഉരുണ്ടിരിക്കുന്ന ഭാഗമുണ്ട്. ചുവടെ ഉരുണ്ടിരിക്കുന്ന ഭാഗം, മുകളിലോട്ട് കൂർത്തിരിക്കുന്ന ഭാഗം. എല്ലാവരും തൊടാറുണ്ട്, എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. വിഷ്ണുക്ക് ഗോപിക്കുറിയാണ് തൊടുക, കുഞ്ഞാവിയും ഗോപിക്കുറിയൊക്കെയാണ് തൊടാറുള്ളത്. അപ്പം അത് ഭഗവാന്റെ ആണെന്നാ പറയാം. ഗുരുവായൂരപ്പൻ്റെ ഗോപിക്കുറിയാണ്. അങ്ങനെ തൊടുന്നതൊക്കെ വളരെ വിശേഷമാണെന്ന് പറയാറുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഭഗവാന്റെ തന്നെ 3 കൂർത്ത അഗ്രങ്ങളായിട്ട് തൊടാറുണ്ട്. അത് കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ ദർശനത്തിന് വരുമ്പോൾ അങ്ങനെ തൊട്ട് വരുന്നവരുണ്ട്. ഈ വൃന്ദാവനത്തിലൊക്കെ അവിടെയൊക്കെ വളരെ കേമാണ് കുറിക്കൂട്ടുകളൊക്കെ ചന്ദനം കൊണ്ടൊക്കെ 3 കൂർത്ത അഗ്രങ്ങളായിട്ട് തൊടാറുള്ളത്. അത് ചന്ദനം കൊണ്ടാണ് കൂടുതലും അങ്ങനെയൊക്കെ തൊട്ട് കാണാറുള്ളത് കേട്ടോ. അങ്ങനെ തൊടുന്നവരുണ്ട്. അതായത് ബദരിയിലെ വെങ്കിടാചലപതി അവരൊക്കെ ആരാണ്? അവരൊക്കെ അങ്ങനെ കുറി തൊടുന്നവരാ. അതാണ് ആട്ടുക്കും മാട്ടുക്കും 2 കൊമ്പ്, അയ്യൻ്റെ സ്വാമിക്ക് 3 കൊമ്പ് എന്ന് പറയില്ലേ, അതാണ്. അപ്പം അങ്ങനെ തൊടുന്ന രീതികളുണ്ട്. ഇതൊക്കെ വളരെ വളരെ നല്ലതാണ് കേട്ടോ അങ്ങനെയൊക്കെ തൊടുന്നത്. പ്രത്യേകിച്ച് ഭഗവാൻ തൊടുന്ന ആ ഒരു രീതിയിൽ അതാണ് സങ്കല്പം. അങ്ങനെ തൊടുന്നവരുണ്ട്. ഇനി ഇതല്ലാതെ ഇലക്കുറി തൊടും. ഇപ്പോൾ സ്ത്രീകളാണ് പൊതുവെ അങ്ങനെ ഇലക്കുറിയൊക്കെ തൊടാറുള്ളത്. ഇലക്കുറി തൊടുന്നത് വെച്ച് കഴിഞ്ഞാൽ വാഴയുടെ ഇലയുണ്ടല്ലോ, തൊടുന്നവർക്ക് അറിയുന്നുണ്ടായിരിക്കും, ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതിലെ ഒരു ഭാഗത്ത് വിടവുണ്ടാക്കും. അതായത് കുറി തൊടാൻ എത്രയാണോ നീളം വേണ്ടത് ആ രീതിയിൽ വിടവുണ്ടാക്കും. എന്നിട്ട് അത് നെറ്റിയിൽ വെച്ചിട്ട് കുറി വരയ്ക്കും. അപ്പോൾ ആ ഷേപ്പിൽ കിട്ടും. ഇത് 3 കുറിയായിട്ട് വരയ്ക്കുന്നവരുണ്ട്, ഒറ്റ കുറിയായിട്ടും വരയ്ക്കുന്നവരുണ്ട് കേട്ടോ. അതിനാണ് ഇലക്കുറി തൊടുക എന്ന് പറയുക. ഇത് മുക്കുറ്റി ഉണ്ടല്ലോ, മുക്കുറ്റി അരച്ച് തൊടുന്നതല്ല, അത് അടുത്ത മാസം കർക്കിടക മാസത്തിലാണ് അങ്ങനെ തൊടുക. അതല്ലാതെ ഇലക്കുറി തൊടുക എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ തൊടാറുണ്ട് കേട്ടോ. പിന്നെ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും സ്ത്രീകൾ സാധാരണ നെറ്റിയിലെ പിന്നെ കഴുത്തിലെ അങ്ങനെയാണ് കുറികൾ പൊതുവെ തൊടാറുള്ളൂ. പക്ഷെ പുരുഷന്മാർ അങ്ങനെയല്ല, അവർക്ക് സർവാംഗങ്ങളിലും തൊടാന്നാണ് പറയും. അപ്പോൾ നെറ്റിയിൽ തൊടും, കഴുത്തിൽ തൊടും, കൈയിൻ്റെ ഭാഗത്തേക്ക് കൈകളിലായിട്ട് തൊടും, പുറം ഭാഗത്തായിട്ട് തൊടും, നെഞ്ചിൽ തൊടും. അങ്ങനെയൊക്കെ അവർക്ക് കുറി തൊടാം എന്ന് പറയാറുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭസ്മം തൊടുമ്പോൾ ഭസ്മം രാവിലെ നനച്ച് തൊടണം എന്ന് പറയും, വൈകിട്ട് നനയ്ക്കാതെ തൊടണം എന്ന് പറയും. അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും കേട്ടോ. സ്ത്രീകൾ ഇപ്പോൾ ഈ 2 ഭാഗത്ത് മാത്രമേ തൊടാറുള്ളൂ, നെറ്റിയിലും കഴുത്തിലും. പുരുഷന്മാർക്ക് സർവാംഗങ്ങളിലും തൊടാം. ഇപ്പോൾ നല്ല പ്രായമായിട്ടുള്ള മുത്തശ്ശിമാരുണ്ടായിരിക്കുമല്ലോ, സ്ത്രീകളാണെങ്കിലും വളരെ പ്രായമായിട്ടുള്ളവർ, അതായത് പീരീഡ്സ് ഒക്കെ ഇല്ലാതെ അങ്ങനെയുള്ള ശുദ്ധമായിട്ടുള്ളവർ. കാരണം ശുദ്ധമായിട്ട് വേണം ഭസ്മൊക്കെ തൊടാൻ എന്ന് പറയാറുണ്ട്. അതിപ്പോൾ ഏത് പ്രസാദമാണ് ഏത് കുറിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഭസ്മം അതിൻ്റെ നിർഗുണ സ്വഭാവമാണത്. പ്രത്യേകിച്ച് ഭസ്മം തൊടുമ്പോൾ അത് പഞ്ചാക്ഷരി മന്ത്രം കൂടെ ജപിച്ചിട്ട് വേണം തൊടാനായിട്ട്, അങ്ങനെയും കൂടെ പറയാറുണ്ട്. പിന്നെ ഭസ്മത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ, നീർക്കെട്ടെന്ന് പറഞ്ഞാൽ ജലദോഷത്തിന് മാത്രമല്ല കേട്ടോ, ഈ വാദം അങ്ങനെ ഈ നീര് വരിക എന്നൊക്കെ പറയില്ലേ ശരീരത്തിന്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടുതലും പ്രായമൊക്കെ ചെല്ലുമ്പോഴാണ് അങ്ങനെയൊക്കെ ഉണ്ടാകുക. കൂടുതൽ പേർക്കും ശരീരത്തിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഇതിനൊക്കെ വലിച്ചെടുക്കും. അങ്ങനെ ഒരു ഗുണം കൂടെ ഈ ഭസ്മത്തിനെ പറയാറുണ്ട് കേട്ടോ. പിന്നെ സ്ത്രീകളാണെങ്കിൽ പീരീഡ് സമയത്ത് ഉപയോഗിക്കരുത് എന്നാണ് പറയാറുള്ളത്. അതായത് ഇത് ഭഗവാന്റെ പ്രസാദമാണ്, ഭഗവാൻ ആടിയതാണ്, ആ സങ്കല്പത്തിലാണ് തൊടുന്നതെങ്കിൽ പൂജാമുറിയിലൊക്കെ ആയിരിക്കും വെക്കുന്നുണ്ടായിരിക്കും, അപ്പോൾ തൊടാൻ പറ്റില്ല. അല്ലാത്ത പക്ഷം അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഭംഗി കൂട്ടാനൊക്കെയാണ് വേണ്ടതെങ്കിൽ ചിലപ്പോൾ ചിലർ തൊടാറുണ്ട് കേട്ടോ. പിന്നെ ഇതിന് കൂടെ ചേർത്ത് പറയുന്ന മറ്റൊരു കാര്യം കൂടെ, സ്ത്രീകൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഈ പൊട്ട് വെക്കൂലോ, ഈ നെറ്റിത്തട ഈ ഭാഗത്തായിട്ട് അവിടെ സ്റ്റിക്കർ പൊട്ട് വെക്കരുതെന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുറി തൊടുന്നതായതുകൊണ്ട് അതിനോട് കൂടി ചേർത്ത് പറയുന്നേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുങ്കുമൊക്കെ തൊടാം, സ്റ്റിക്കർ വെക്കരുതെന്നാണ് പറയാറുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ ചൈതന്യം ക്ഷേത്രത്തിൽ എങ്ങനെയാണ് വരിക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സർപ്പങ്ങളെ പോലെ എഴഞ്ഞെഴിഞ്ഞിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ ഓരോ നിന്നിട്ട് വേണം തൊഴാനായിട്ടെന്നൊക്കെ. അപ്പോൾ ഈ ഒരു ചൈതന്യം സ്ത്രീകളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് ഈ ഒരു ഭാഗത്ത് കൂടെയാണ്, പൊട്ട് തൊടുന്ന ഭാഗത്ത് കൂടെയാണ്. അപ്പോൾ അവിടെ സ്റ്റിക്കർ പൊട്ട് വെച്ചിട്ട് ഒരു തടസ്സം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് സ്റ്റിക്കർ പൊട്ട് വെക്കരുതെന്ന് പറയാറുണ്ട്. കുങ്കുമം കൊണ്ട് പൊട്ട് തൊടാലോ, അല്ലെങ്കിൽ ചാന്ത് അങ്ങനെയുള്ളതൊക്കെ വെച്ചിട്ട് പൊട്ട് തൊടാം, അങ്ങനെ പറയാറുണ്ട് കേട്ടോ. അത് ഇതോടൊപ്പം പറഞ്ഞു എന്ന് മാത്രം. നേരെ മറിച്ച് പുരുഷന്മാർക്ക് അങ്ങനെയല്ല. അവർക്ക് ആ ഒരു പ്രഭാവം, ആ ഒരു ചൈതന്യം ശരീരത്തിലേക്ക് എത്തുന്നത് നെഞ്ചിന്റെ ഭാഗത്ത് കൂടിയാണ്. അതുകൊണ്ടാണ് ഷർട്ട് ഇടരുതെന്ന് പറയുന്നത്. നെഞ്ചിന്റെ ഭാഗത്ത് കുറി വരയ്ക്കാറുണ്ട്. അതൊക്കെ ഈ പ്രത്യേകതകൾ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ കൂടുതലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കുറി തൊടുന്നതിനെ കുറിച്ച്. ഇത് വളരെ ചുരുക്കിയിട്ടാണ് പറയുന്നത് കേട്ടോ. ഇതിന് ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ എന്നാലും കുറച്ചൊക്കെ എല്ലാവർക്കും മനസ്സിലായി
മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൽ കുറേ കാര്യങ്ങൾ കുറേ പേർക്ക് അറിയാവുന്നതായിരിക്കും, എന്നാലും കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. കാരണം നമ്മളിതൊക്കെ ചെയ്യുന്നത് ഇതുകൊണ്ട് ഒരു സന്തോഷമുള്ള കാര്യം കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഏതൊക്കെ കുറികളാണ് തൊടാറുള്ളത്, എത്ര കുറി വീതം വരയ്ക്കാറുണ്ടെന്നൊക്കെ ഈ വീഡിയോയ്ക്ക് ചൂടായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുകയും കൂടെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് കുറി തൊടുന്നതുമായി ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്. എന്തായാലും വിശ്വാസത്തോട് കൂടിയിട്ട് ഭഗവാന്റെ കുറി കളഭമാണെങ്കിലും എന്താണെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ആ ഒരു ചൈതന്യത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് കൂടെ ലഭിച്ചത്. ഇപ്പോൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ അതൊരു കോൺഫിഡൻസ് ആണ്, ഭഗവാൻ കൂടെയുണ്ട്. ഇപ്പോൾ കളഭത്തിൻ്റെ മണമൊക്കെ വന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടാറുണ്ടല്ലോ. അതേപോലെ തന്നെ അത് പലർക്കും ഒരു ഫലമൊക്കെ ആയിട്ടാണ് ചന്ദനം കുങ്കുമം ഒക്കെ തൊടുമ്പോൾ അനുഭവപ്പെടുക. അപ്പോൾ എല്ലാവരും വിശ്വാസത്തോടു കൂടി തന്നെ തൊട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് നാമജപത്തിൻ്റെ വിശേഷം കൂടെ പറയാം. ഇന്നലത്തെ നാമജപമാണ് കേട്ടോ എണ്ണിക്കൊണ്ട് വന്നിരിക്കുന്നത്. 4,21,021. നന്നായിട്ട് നാമം ജപിച്ചോളൂ. എല്ലാ കുട്ടികളെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും അലങ്കാരങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.